ഹലോ, ഈ മോള് മുടി സെറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഏകദേശം അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. മുടിയിൽ നല്ല ഓയിലുണ്ടായിരുന്നു സെറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ. ശരിക്കും നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഒത്തിട്ടും എണ്ണമയം ഒന്നും പാടില്ല. പക്ഷേ നമുക്കത് വാഷ് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു സമയമില്ലായിരുന്നു. അവർക്ക് അതിന് മുമ്പ് പരിപാടിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് വാഷ് ചെയ്യാൻ നിന്നില്ല. പിന്നെ ആദ്യം ഒന്ന് ഡ്രയർ കൊടുത്ത് ഉണക്കി നോക്കി. പക്ഷേ എണ്ണമയം കാരണം ശരിയായില്ല. പിന്നെ ഞാൻ ഡ്രൈ ഷാമ്പു അടിച്ച് കുറച്ച് എണ്ണമയം മാറ്റി. എന്നിട്ടാണ് മുടി സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമേ ക്രിമ്പ് ചെയ്ത് മുടി സെറ്റാക്കുന്നുള്ളൂ. പുറകിലേക്കൊന്നും ചെയ്യുന്നില്ല. അതിനുള്ള സമയമില്ല. അവർക്ക് പോകേണ്ട സമയമായപ്പോഴാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഇയർ ടു ഇയർ പോർഷൻ മാത്രം ക്രിമ്പ് ചെയ്തിട്ടാണ് മുടി സെറ്റ് ചെയ്തെടുത്തത്. പുറകിലേക്ക് ഡ്രയർ കൊടുത്ത് മുടി സ്ട്രെയിറ്റ് ആക്കി എടുത്തേ ഉള്ളൂ. ബ്ലോ ഡ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് മാത്രമാണ് ക്രിമ്പിങ്ങും കൂടെ ചെയ്തത്. നിറച്ചും എണ്ണ ആയതുകൊണ്ട് വിചാരിച്ച പോലെ സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു. എങ്കിലും ലാസ്റ്റ് ഭംഗിയായി തന്നെ വന്നു. അങ്ങനെ ക്രിമ്പിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുടി നടുവിലൂടെ പകുത്തിട്ട് ഫ്രണ്ടിൽ നിന്നൊരു പോർഷൻ വിട്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രണ്ടിൽ തന്നെ ഇയർ ടു ഇയർ പോർഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ഈ ഫ്രണ്ടിൽ കാണുന്ന മുടി നമുക്ക് ലൈറ്റായിട്ടൊന്ന് കേൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബാക്കി പോർഷനാണ് നമ്മൾ സൈഡിൽ പിൻ ചെയ്ത് വയ്ക്കുന്നത്. ലെങ്ത് കുറക്കട്ടെ. കളിച്ച ഫോട്ടോ നോക്കട്ടെ.
ഓക്കെ. മൊബൈലിൽ നമ്മളെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോന്ന് ചെയ്യുമ്പോഴും ആൾക്ക് തൃപ്തിയാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഹാപ്പിയായില്ല? ഇതാണ് ഈ മോളുടെ ഫൈനൽ ലുക്ക്. മുഖത്ത് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഹെയർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷം വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.